കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവുമായി രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. സ്വർണ്ണക്കള്ളക്കടത്തുകാരും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള നെക്സസ്, അതിനകത്ത് ഹവാല പണം ഉപയോഗിച്ചതിനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ, ഈ ആരോപണങ്ങളെ ചൊല്ലിയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇടപെടലുകൾ സ്വർണ്ണക്കള്ളക്കടത്തിലും ഹവാല ഇടപാടിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ഇക്കഴിഞ്ഞ ദിവസം 22-ാം തീയതി ബാംഗ്ലൂരിൽ വെച്ച് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ മയക്കുമരുന്ന് മാഫിയയിൽപ്പെട്ട 3 പേരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഒന്നാം പ്രതി സീരിയൽ നടിയായിട്ടുള്ള അനിഖ, രണ്ടാം പ്രതി മുഹമ്മദ് അനൂപ്, മൂന്നാം പ്രതി രജേഷ് രവീന്ദ്രൻ. ഈ 3 പ്രതികളിൽ കസ്റ്റമേഴ്സിന്, പ്രത്യേകിച്ച് സിനിമാ ഫീൽഡിലുള്ളവർക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും മയക്കുമരുന്നുകൾ എത്തിച്ചു കൊടുക്കുന്നത് മുഹമ്മദ് അനൂപാണ്. ഈ മുഹമ്മദ് അനൂപിന് ബാംഗ്ലൂരിലുള്ള ഒരു ഹോട്ടലിന്റെ പേര് ഹയാത്ത് എന്നാണ്. ഈ ഹയാത്ത് വഴിയാണ് ഇടനിലക്കാരുമായി സംസാരിച്ച് കച്ചവടം ഉറപ്പിക്കുന്നത്. ഈ ബിസിനസ്സിന് പണം മുടക്കുന്നത് കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവിന്റെ മകൻ, പേര് വളരെ വ്യക്തമായി ഞാൻ പറയാം, ബിനീഷ് കൊടിയേരിയാണ്. ഇത് വെറുതെ ഒരു ആരോപണമായി ഉന്നയിക്കുന്നതല്ല. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോക്ക്, അതിലെ ഉദ്യോഗസ്ഥർക്ക് മുഹമ്മദ് അനൂപ് നൽകിയ മൊഴിയാണ് ഇപ്പോ മാധ്യമങ്ങൾക്ക് നൽകാനായി യൂത്ത് ലീഗ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ മൊഴിയിൽ മുഹമ്മദ് അനൂപ് വളരെ വ്യക്തമായി പറയുന്നു, എനിക്ക് ഹോട്ടൽ വ്യവസായം തുടങ്ങാൻ വേണ്ടി പണം നൽകിയത് ബിനീഷ് കൊടിയേരിയാണ് എന്ന് മാത്രമല്ല പറയുന്നത്, അദ്ദേഹത്തിന്റെ അഡ്രസ് അടക്കം പറയുന്നുണ്ട്, പിതാവിന്റെ പേര് ഉൾപ്പെടെ. ആ മൊഴി മാധ്യമങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ പത്രസമ്മേളനത്തിന് ശേഷം നൽകുന്നതാണ്. ബാംഗ്ലൂരുവിൽ പിടിയിലായ ലഹരി സംഘവുമായി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കൊടിയേരിക്ക് ബന്ധമുണ്ടെന്ന ആരോപണവുമായി യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ്. പ്രതിയായ അനൂപ് മുഹമ്മദിനു വേണ്ടി പണം മുടക്കുന്നത് ബിനീഷാണെന്നും ഫിറോസ് ആരോപിച്ചു. അനൂപ് മുഹമ്മദ് നർക്കോട്ടിക് ബ്യൂറോയ്ക്ക് നൽകിയ മൊഴിയും PK ഫിറോസ് പുറത്തുവിട്ടു. ഈ ഹോട്ടൽ വഴിയാണ് ഈ കേസിലെ 3-ാം പ്രതിയായിട്ടുള്ള രജേഷ് രവീന്ദ്രൻ അദ്ദേഹവുമായി ഇടപാട് ഉറപ്പിച്ചതെന്നും അതുവഴി അദ്ദേഹത്തിന് മയക്കുമരുന്നുകൾ ലഭിക്കുന്നതെന്നും 3-ാം പ്രതി നൽകിയിട്ടുള്ള മൊഴിയും മാധ്യമങ്ങൾക്ക് നൽകാൻ വേണ്ടി ഈ പത്രസമ്മേളനത്തിന് ശേഷം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് 3 പ്രതികളിൽ 2 പ്രതികളുടെ മൊഴികൾ വായിച്ചാൽ ഈ മയക്കുമരുന്ന് വിതരണത്തിന്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹോട്ടലിന് വേണ്ടി, ആ ബിസിനസിന് വേണ്ടി പണം മുടക്കിയത് ബിനീഷ് കൊടിയേരിയാണ് എന്ന് വളരെ വ്യക്തമാണ്. മാത്രമല്ല, ഇക്കഴിഞ്ഞ ജൂൺ 19-ാം തീയതി കുമരകത്ത് വെച്ചൊരു നൈറ്റ് പാർട്ടി നടത്തുകയുണ്ടായി. ആ നൈറ്റ് പാർട്ടിയിൽ ഈ പറയുന്ന അനൂപ് മുഹമ്മദും ബിനീഷ് കൊടിയേരിയും പങ്കെടുക്കുന്ന ചിത്രം അനൂപ് തന്നെ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. ആ ചിത്രങ്ങളും മാധ്യമങ്ങൾക്ക് മുമ്പാകെ നൽകുന്നതിന് വേണ്ടി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഈ കേസിലെ 2-ാം പ്രതി അനൂപ് മുഹമ്മദിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഒന്ന് പരിശോധിച്ചാൽ അദ്ദേഹം ഷെയർ ചെയ്ത 100 പോസ്റ്റിൽ 95 ബിനീഷ് കൊടിയേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളാണ്. ഒന്നുകിൽ ബിനീഷ് കൊടിയേരിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ,
അതല്ലെങ്കിൽ ബിനീഷ് കോടിയേരി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഷെയർ ചെയ്യാം. ഇതല്ലാതെ അനൂപ് മുഹമ്മദിന് വേറെ ഒരു പരിപാടിയും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലില്ല. മാത്രമല്ല 2019 സെപ്റ്റംബർ 25 ഈ അനൂപിന്റെ ഫേസ്ബുക്ക് പോസ്റ്റില് ബിനീഷ് കോടിയേരി സംസാരിക്കുന്നുണ്ട്. അനൂപിന്റെ തന്നെ മറ്റൊരു ഹോട്ടലിന്റെ ഉദ്ഘാടനത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ടാണ് ബിനീഷ് കോടിയേരി സംസാരിക്കുന്നത്. സെപ്റ്റംബർ 27 ഉദ്ഘാടനം ചെയ്യുന്ന ഹോട്ടലിന്റെ ഉദ്ഘാടനത്തിന് ആശംസകൾ നേർന്നുകൊണ്ടാണ് ഈ ബിനീഷ് കോടിയേരി സംസാരിക്കുന്നത്. അതുമാത്രമല്ല, ഈ കച്ചവടത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം റോയൽ സ്യൂട്ട്സ് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ അപ്പാർട്ട്മെന്റ് ബാംഗ്ലൂരിലെ. ആ റോയൽ അപ്പാർട്ട്മെന്റ് സ്യൂട്ടിൽ നിത്യ സന്ദർശകനാണ് ബിനീഷ് കോടിയേരി എന്ന് അവിടെയുള്ള ആളുകൾ പറയുന്നു. ഈ ലോക്ക്ഡൌൺ കാലത്ത് പോലും ആഴ്ചകളോളം ഈ റോയൽ അപ്പാർട്ട്മെന്റ് സ്യൂട്ടിൽ ബിനീഷ് കോടിയേരി താമസിച്ചു എന്ന് ആ നാട്ടുകാർ, പരിസരവാസികൾ പറയുന്നു. കേരളത്തിൽ എവിടെയോ ഒരു നടത്തിയ സ്ഥലം പറഞ്ഞു. കേരളത്തിൽ എവിടെയോ കുമരകത്ത് നൈറ്റ് പാർട്ടി, ഈ ഡ്രഗ്സ് മുഴുവനും കൊടുക്കുന്നത് നൈറ്റ് പാർട്ടികളിൽ ആഘോഷങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ്. നിരവധി പില്ലുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പില്ലിന്റെ പേര് MDMA ആണ്. അത് ഈ മുഹമ്മദ് അനൂപ് 300 രൂപക്ക് വാങ്ങും, 600 രൂപക്ക് വിൽപ്പന നടത്തും. 600, 650 അങ്ങനെയാണ്. ഇരട്ടി വിലക്ക് ആണ് വിൽപ്പന. നിരോധിക്കപ്പെട്ട മരുന്നാണ്, മയക്കുമരുന്നാണ്. ഇത് ഇപ്പോ ഈയിടെ ഒരു ബോളിവുഡ് താരം ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ബോളിവുഡിലെ മയക്കുമരുന്ന് മാഫിയകളെ സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ സിനിമാ താരങ്ങൾക്കും ഈ മയക്കുമരുന്ന് മാഫിയകളുമായി ബന്ധമുണ്ട് എന്ന സൂചനകളാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ്. കേരളത്തിലെ സിനിമാ താരങ്ങളുമായി, കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വവുമായി മയക്കുമരുന്ന് മാഫിയകൾക്കുള്ള ബന്ധത്തെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം എന്നാണ് യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത്. കോളേജ് വിദ്യാർത്ഥികളുടെ ജീവിതത്തെ തന്നെ തുലയ്ക്കുന്ന, ഫിലിം ഇൻഡസ്ട്രി അടക്കം തകർക്കുന്ന വലിയ മയക്കുമരുന്ന് മാഫിയകളാണ് കേരളത്തിലും കർണാടകയിലുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട പ്രതി മുഹമ്മദ് അനൂപ് കൊച്ചിക്കാരനാണ്. ജൂലൈ 10 ഇദ്ദേഹത്തിന്റെ ഫോണിലേക്ക് വന്ന കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചാൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ, ഈ മുഹമ്മദ് അനൂപിന്റെ ഫോൺ നമ്പർ 7829944944 എന്ന നമ്പറിലേക്ക് ജൂലൈ 10 കേരളത്തിലെ ഈ പറയുന്ന വ്യക്തി ഉൾപ്പെടെയുള്ള പലരും നിരന്തരമായി ഫോണിൽ ബന്ധപ്പെട്ടു എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്നും മനസ്സിലാകുന്നത്. ബിനീഷ് കോടിയേരി ഉൾപ്പെടെയുള്ളവർ. ഈ ജൂലൈ 10 പ്രത്യേകത, സ്വപ്ന സുരേഷ് ബാംഗ്ലൂരിൽ പിടിക്കപ്പെടുന്നത് ജൂലൈ 10. ജൂലൈ 11 അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. സ്വപ്ന സുരേഷും സംഘവും എന്തിനാണ് ബാംഗ്ലൂരിലേക്ക് പോയത് എന്നതിനെ സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങൾ ഉയർന്നു നിന്നിരുന്നു. ഈ മുഹമ്മദ് അനൂപിന്റെ കോൺടാക്ട് ലിസ്റ്റ് പരിശോധിച്ചപ്പോ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പല പ്രതികളുടെയും നമ്പർ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവുമായി, ഈ മയക്കുമരുന്ന് മാഫിയയുമായും രാഷ്ട്രീയ നേതൃത്വത്തിന് പങ്കുണ്ട് എന്ന് വ്യക്തമാകുന്ന തെളിവുകളാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഈ കോൾ ഡീറ്റെയിൽസ് അടക്കം പുറത്തുവിടാൻ ചില തടസ്സങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് അത്തരം തെളിവുകളിലേക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പോകാൻ കഴിയാത്തത്. പക്ഷെ മൊഴി, അതിന്റെ എല്ലാ തെളിവുകളും, കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ട്,
അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഈ 3 പ്രതികൾ നൽകിയിട്ടുള്ള മൊഴി, അനഘയും ബ്രിജേഷ് രവീന്ദ്രനും മുഹമ്മദ് അനൂപും നൽകിയിട്ടുള്ള മൊഴി, ഇതെല്ലാം ഞങ്ങളുടെ കൈവശം ലഭ്യമാണ്. ഇത് വലിയൊരു മയക്കുമരുന്ന് മാഫിയയാണ് എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പൊ പ്രതി മൊഴി കൊടുക്കുമ്പോ പോലീസ് അറസ്റ്റ് ചെയ്ത ഉടനെ കൊടുത്ത മൊഴിയായതുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഇതിന്റെ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന ഹോട്ടലില് ബിനീഷ് കോടിയേരി പണം മുടക്കി എന്നതിനെ സംബന്ധിച്ച് മാത്രമാണ് ഇപ്പോൾ അദ്ദേഹം മൊഴി നൽകിയിട്ടുള്ളത്. വലിയ അന്വേഷണം നടക്കാതിരിക്കാൻ, അന്വേഷണം ഉന്നത നേതൃത്വത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ, പ്രത്യേകിച്ച് സിനിമാ ലോബിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയ നേതൃത്വത്തിനെ പോലെ തന്നെ, പൊളിറ്റിക്കൽ ലോബിയെ പോലെ തന്നെ സിനിമാ ലോബിയും വലിയ സ്വാധീനമുള്ളവരാണ്. അവരുടെ വലിയ സമ്മർദ്ദം ഈ അന്വേഷണ സംഘത്തിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾ ഭയക്കുന്നു. അതുകൊണ്ട് വളരെ ഗൗരവമായ ഒരു അന്വേഷണം നടക്കണം എന്നാണ് യൂത്ത് ലീഗിന് ഇക്കാര്യത്തിൽ ആവശ്യപ്പെടാനുള്ളത്. ഈ മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധപ്പെട്ട് ആരൊക്കെ സഹായങ്ങൾ നൽകിയിട്ടുണ്ടോ അവരൊക്കെ നിയമത്തിന്റെ മുമ്പിൽ വരണമെന്നും വിചാരണ ചെയ്യപ്പെടണമെന്നും യൂത്ത് ലീഗ് ആഗ്രഹിക്കുകയാണ്. ബിനീഷ് കോടിയേരി ആദ്യഘട്ടത്തിൽ നൽകിയിട്ടുള്ള മൊഴി, അദ്ദേഹത്തിന് കമ്മൻഹള്ളി, അദ്ദേഹത്തിന് ഹയാത്ത് എന്ന് പറയുന്ന ഹയാത്ത് അഗ്നേസ് ആർക്കേഡ് എന്ന ഹോട്ടൽ തുടങ്ങാൻ വേണ്ടി പണം മുടക്കിയത് ബിനീഷ് കോടിയേരി 2015 മുതൽ അതിന് മുമ്പേ തന്നെ ഈ മുഹമ്മദ് അനൂപ് തന്റെ മറ്റൊരു മൊഴി പറയുന്നത് 2013 മുതൽ അദ്ദേഹത്തിന് ഡ്രഗ് ബിസിനസ് ഉണ്ട് എന്ന്. അപ്പൊ 2015 മുതൽ തന്നെ ബിനീഷ് കോടിയേരിക്ക് മുഹമ്മദ് അനൂപുമായി ബന്ധമുണ്ട്. 2015 ആരംഭിച്ച ഹോട്ടലിലാണ് ബിനീഷ് കോടിയേരി പണം മുടക്കിയത്. 2019 തുടങ്ങിയ ഹോട്ടലിന്റെ ഉദ്ഘാടനത്തിന് ബിനീഷ് കോടിയേരി മുഹമ്മദ് അനൂപിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ലൈവായി സംസാരിക്കുന്നുണ്ട്. ഈ ലോക്ക്ഡൌൺ കാലത്ത് ഒരു മാസം മുമ്പ് കുമരകത്ത് നടന്ന നൈറ്റ് പാർട്ടി, ഈ നൈറ്റ് പാർട്ടിയിലാണ് പോലീസ് സമീപകാലത്ത് നടത്തിയ, കേരളത്തിൽ നടത്തിയിട്ടുള്ള, കൊച്ചിയിൽ നടത്തിയിട്ടുള്ള റെയ്ഡുകളിലൊക്കെ മയക്കുമരുന്ന് കണ്ടുപിടിക്കപ്പെട്ടത് നൈറ്റ് പാർട്ടിയിലാണ്. ഈ ലോക്ക്ഡൌണിനിടയിൽ നൈറ്റ് പാർട്ടി നടന്നു. ലോക്ക്ഡൌണിനിടയിൽ നൈറ്റ് പാർട്ടി നടന്നിട്ടുണ്ട്. ഈ ജൂൺ 19 തീയതി കുമരകത്ത്. ഞാൻ ബിനീഷ് കോടിയേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോയി നോക്കി. അദ്ദേഹം അതിനെ സംബന്ധിച്ചൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ജൂൺ 21 അദ്ദേഹം ആലപ്പുഴയിലുണ്ട്. ബ്രിജേഷ് രവീന്ദ്രൻ നൽകിയ മൊഴിയില് അദ്ദേഹം ബിനീഷ് കോടിയേരിന്റെ പങ്കിനെ കുറിച്ചല്ല പറയുന്നത്, അനൂപ് മുഹമ്മദുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ മയക്കുമരുന്ന് മാഫിയുമായി ബന്ധപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതിനകത്ത് അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ ഈ ഹോട്ടലിൽ ഒത്തുകൂടാറുണ്ട്. ഈ പറയുന്ന ബിനീഷ് കോടിയേരി പണം മുടക്കി എന്ന് പറയുന്ന ഹോട്ടലിൽ ഞങ്ങൾ ഒത്തുകൂടാറുണ്ട്. ഞങ്ങൾ കുറെ സുഹൃത്തുക്കളുണ്ട്. അവിടെ വെച്ചാണ് ഈ ഇടപാടുകളൊക്കെ ഉറപ്പിച്ചത് എന്നാണ് പറയുന്നത്. അത് കൃത്യമല്ല. ഇപ്പോ അനൂപിന്റെ മൊഴി മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അനൂപിന്റെ മൊഴി പണം മുടക്കിയത് ബിനീഷ് കോടിയേരിയാണ് എന്ന് പറയുന്നത്. അതിന്റെ വിശദാംശങ്ങളൊക്കെ ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ആരുടെ പേരിലാണ് ലൈസൻസ്, ആരുടെ ഉടമസ്ഥതയാണ് എന്നൊക്കെ അറിയപ്പെടുന്നത് അനൂപിന്റെ ഹോട്ടൽ എന്ന നിലക്കാണ്. അനൂപ് കൊടുത്ത മൊഴിയാണ് പണം മുടക്കിയത് ബിനീഷ് കോടിയേരിയാണ്. അപ്പൊ ഇത് സ്വർണ്ണക്കള്ളക്കടത്തുമായി ലിങ്ക് ഉണ്ട്, അതുപോലെ മയക്കുമരുന്ന് മാഫിയയുമായി ലിങ്ക് ഉണ്ട്, സിനിമ കേന്ദ്രങ്ങളുമായി ബന്ധമുണ്ട്. ഈ ജൂലൈ 10 ഇപ്പം ഇതെല്ലാം നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നാണ്. അപ്പൊ ഈ കോൺടാക്ട് ലിസ്റ്റിൽ പരിശോധിച്ചപ്പോ ജൂലൈ 10 തീയതി, അപ്പോ അതിന്റെ തെളിവുകൾ ചോദിച്ചപ്പോ ഇത് പുറത്തുവിടുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്. അറിയാലോ, ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടേതായ വഴിയിൽ അന്വേഷിക്കാം. ഞങ്ങൾ പോയി മൊഴികളൊക്കെ സംഘടിപ്പിച്ചതുപോലെ മാധ്യമങ്ങൾക്ക് അവരുടേതായ വഴിയിൽ കണ്ടുപിടിക്കാം. ഏതായാലും ജൂലൈ 10 നിരവധി തവണ ബിനീഷ് കോടിയേരി ഈ അനൂപ് മുഹമ്മദിന്റെ ഫോണിലേക്കും തിരിച്ചും ഫോൺ വിളിച്ചു എന്നാണ് ഞങ്ങൾ കിട്ടിയിട്ടുള്ള വിവരം. അതില്ലെങ്കിൽ ബിനീഷ് കോടിയേരി നിഷേധിക്കട്ടെ, അദ്ദേഹത്തിന്റെ പിന്നെ കോൾ ലിസ്റ്റ് അദ്ദേഹം പുറത്തുവിടട്ടെ.
ഈ മൊഴി റിമാൻഡ് റിപ്പോർട്ടിന്റെ ഭാഗമാണ്. റിമാൻഡ് റിപ്പോർട്ടിന്റെ ഭാഗമാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയ മൊഴിയാണ്. ഈ അനൂപ് മുഹമ്മദ് സൈൻ ചെയ്ത മൊഴിയാണ്. അതോടൊപ്പം റിമാൻഡ് റിപ്പോർട്ട് ഇതിന്റെ കൂടെയുണ്ട്. നിങ്ങളിപ്പോ കാണിച്ച ചിത്രമില്ലേ, അത് കുമരകത്തെ ചിത്രമാണെന്നാണ് പറയുന്നത്. ഈ ചിത്രം കുമരകത്തിലെ ചിത്രമാണ്. അതിനകത്ത് അനൂപ് മുഹമ്മദാണ് ഇത് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇത് അബി വള്ളമറ്റം എന്ന് പറഞ്ഞ ഒരാളാണ് ഫേസ്ബുക്കിൽ ജൂൺ 19 പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജൂൺ 20 അനൂപ് ഷെയർ ചെയ്തത്. ഇതിനകത്ത് പറയുന്നുണ്ട്, ഫീലിംഗ് ക്രേസി വിത്ത് ബിനീഷ് കൊടിയേരി ആൻഡ് അനൂപ് മുഹമ്മദ് ഇൻ കുമരകം. എന്നിട്ട് ഫ്രൈഡേ നൈറ്റ് പാർട്ടിയാണ്. നൈറ്റ് പാർട്ടിയുടെ ഫോട്ടോയാണ്. ഈ ജൂൺ 19 ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജൂൺ 21 അദ്ദേഹം പിന്നെ ആലപ്പുഴയിലുണ്ട്. അതിന്റെ ഒരു പരിപാടിയുടെ ഒരു സംഗതി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ കേരളത്തിൽ നടക്കുന്ന നൈറ്റ് പാർട്ടികളിൽ മയക്കുമരുന്ന് ഒഴുക്കുന്നത്, അതുപോലെ സിനിമാ കേന്ദ്രങ്ങളിൽ ഇപ്പൊ ബോളിവുഡിലൊക്കെ നടക്കുന്ന ചർച്ച പോലെ കേരളത്തിലെ പല സിനിമാ താരങ്ങൾക്കും ഇദ്ദേഹമായിട്ട് ബന്ധമുണ്ട്. കൃത്യമായ തെളിവുകൾ ഇപ്പോൾ അന്വേഷണ സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് സിനിമാ താരങ്ങളുമായി ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന തെളിവുകൾ ഇപ്പോൾ അനൂപ് മുഹമ്മദിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ നോക്കിയാൽ ഈ ഹോട്ടലിനൊക്കെ ആശംസ അർപ്പിച്ചുകൊണ്ട് കേരളത്തിലെ തന്നെ ചില സിനിമാ താരങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആസിഫ് അലി ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇപ്പൊ സൂചനകൾ മാത്രമാണ്. അത് അന്വേഷണം നടക്കണം. അത് കേരളത്തിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ NCB അവരാണ് അന്വേഷിക്കുന്നത്. അല്ലാതെ കേരളത്തിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കണം. കേരളത്തില് അത് എന്തെങ്കിലും വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഞങ്ങൾ പറയുന്നത്. അങ്ങനെ ഒരു സൂചനയുണ്ട്. അത്തരം അന്വേഷണം നടക്കാതിരിക്കാൻ വലിയ തരത്തിലുള്ള സമ്മർദ്ദമുണ്ട് എന്ന സൂചന ഞങ്ങൾക്കുണ്ട്. അന്വേഷണം അതുകൊണ്ട് നടക്കില്ല എന്നൊന്നും ഈ ഘട്ടത്തിൽ ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ അന്വേഷണം നടക്കാതിരിക്കാനുള്ള സമ്മർദ്ദങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. കേരളത്തിലെ സിനിമാ താരങ്ങളിലേക്കും അതുവഴി കേരളത്തിലേക്കും ഈ അന്വേഷണം എത്താതിരിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അത് മറികടക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അനൂപ് മുഹമ്മദിന് ബിനീഷുമായി അടുത്ത ബന്ധമാണ് ഉള്ളത്. അനൂപ് മുഹമ്മദ് കുമരകത്ത് ലഹരി നിശാ പാർട്ടി നടത്തിയെന്നും ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും ഫിറോസ് ആവശ്യപ്പെട്ടു. ലോക്ഡൌണിനിടെ ജൂൺ 19 നിശാ പാർട്ടി. ഈ സംഘത്തിന് സിനിമാ മേഖലയുമായും അടുത്ത ബന്ധമുണ്ട്. ഈ പാർട്ടിയിൽ ബിനീഷ് കൊടിയേരി പങ്കെടുത്തുവെന്നും ഫിറോസ് ആരോപിച്ചു. ജൂലൈ 10 നിരവധി തവണ ബിനീഷ് അനൂപിനെ വിളിച്ചു. അന്നാണ് സ്വപ്ന ബാംഗ്ലൂരിൽ അറസ്റ്റിലായത്. 26 തവണയാണ് ബിനീഷ് അനൂപിനെ വിളിച്ചിട്ടുള്ളത്. ബിനീഷ് ചതിക്കപ്പെട്ടുവെങ്കിൽ അത് അദ്ദേഹം പറയണമെന്നും ഫിറോസ് കൂട്ടിച്ചേർത്തു. അത്തരം ബന്ധങ്ങളൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ കിട്ടിയിട്ടില്ല. ഇപ്പോൾ നമുക്ക് ഇത് സാമ്പത്തികമാണ് ഇതിന്റെയൊക്കെ പറയുന്ന അടിസ്ഥാനം. അതിന് സ്വർണം കടത്തിയിട്ടാണെങ്കിൽ സ്വർണം, മയക്കുമരുന്ന് കൊടുത്ത ആളെ കൊന്നിട്ടാണെങ്കിലും പണം ഉണ്ടാക്കുക എന്നുള്ള ആർത്തി. അതിനകത്ത് ഈ പ്രതികളൊക്കെ പറയുന്നത് എളുപ്പത്തിൽ പണം ഉണ്ടാക്കുക. അതിനകത്ത് മുഹമ്മദ് അനൂപ് പറയുന്നുണ്ട്, അനഘ പറയുന്നുണ്ട്. എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബിസിനസ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് മയക്കുമരുന്ന് ഇപ്പോ ഇതുപോലെ വിതരണം ചെയ്യുന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അതിന് മറ്റു പല ഡയമെൻഷൻ ഉണ്ടെന്നുള്ളത് അന്വേഷണത്തിന്റെ പുറത്തു വരട്ടെ. ഇത് നിഷ്പക്ഷമായ അന്വേഷണം, കേരളത്തിൽ ഇത് സംബന്ധിച്ചൊരു അന്വേഷണം നടക്കണം എന്നാണ് യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത്. നിഷ്പക്ഷമായ സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ കൊണ്ട്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് CPM നേതൃത്വം പോലും ഇക്കാര്യത്തിൽ, കാരണം മറ്റു ആരോപണങ്ങളെ പോലെ അല്ല. അത് ആരാണെങ്കിലും, സ്വന്തം മക്കളാണെങ്കിലും സ്വന്തം ബന്ധുക്കളാണെങ്കിലും, ഞാൻ എന്റെ കുടുംബത്തിൽ ഒരാൾ മയക്കുമരുന്ന് കഴിച്ച് നശിക്കണമെന്ന് ആഗ്രഹിക്കില്ല. സ്വാഭാവികമായി ആരും ആഗ്രഹിക്കില്ല. അതുകൊണ്ട് ഇതിന് രാഷ്ട്രീയമായ ഒരു വിഷയം എന്നതിനപ്പുറത്തേക്ക് മാനുഷികമായ ഒരു വിഷയം എന്ന നിലക്കാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അപ്പൊ ബിനീഷ് കൊടിയേരിയൊക്കെ CPM വല്ലാതെ ആഘോഷിച്ച് കൊണ്ടു നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പൊയ്മുഖം ജനങ്ങൾക്ക് മനസ്സിലാകട്ടെ. അതോടൊപ്പം അതുവഴി അദ്ദേഹം ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെ. അതോടൊപ്പം കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മയക്കുമരുന്ന് മാഫിയകളുടെ എല്ലാ ഇടപാടുകളും പുറത്തു വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയമായ ഒരു ആരോപണത്തിന് അപ്പുറത്തേക്ക്. ഈ സിനിമാ മേഖലയിലെ പലരും ആശംസ അർപ്പിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്നൊക്കെ പറഞ്ഞല്ലോ, അതൊരു പക്ഷേ പെയ്ഡ് പ്രൊമോഷൻ ഒക്കെ ആവാനുള്ള സാധ്യതകളൊക്കെ ഇല്ലേ? അല്ല എന്നാണ് മനസ്സിലാകുന്നത്. അതായത് കേരളത്തിലെ നൈറ്റ് പാർട്ടികളിൽ, പ്രത്യേകിച്ച് സിനിമാ താരങ്ങൾക്കിടയിൽ നടക്കുന്ന നൈറ്റ് പാർട്ടികളിൽ ഉൾപ്പെടെ നേരത്തെ ചില സിനിമാ താരങ്ങളെ മയക്കുമരുന്ന് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടിയിരുന്നു. നമുക്കറിയാം.
ആ കേസ് പിന്നീട് എന്തായി എന്നുള്ളത് കേരളം ചർച്ച ചെയ്തു പോലുമില്ല. അവർ പലരും ഇപ്പോഴും സിനിമയിൽ സജീവമാണ്. അവരെ അനുകൂലിച്ചുകൊണ്ട് സിനിമയിൽ തന്നെയുള്ള പല ആളുകളും രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടു. ഞാൻ ഇതിനൊന്നും രാഷ്ട്രീയമായി ചേർത്ത് പറയുന്നില്ല. പക്ഷെ നിർഭാഗ്യവശാൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന പലരും ഇതിനെ അനുകൂലിച്ച് രംഗത്ത് വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അപ്പോ അത്തരം സിനിമാ താരങ്ങളുടെ നൈറ്റ് പാർട്ടികളിൽ ഒഴുക്കുന്ന മയക്കുമരുന്നുകൾ ഉൾപ്പെടെ വിതരണം ചെയ്യുന്നത് ഇത്തരം സംഘങ്ങളാണെന്ന സംശയമാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ളത്. അത് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. സിനിമാ താരങ്ങൾക്ക് ഇക്കാര്യത്തിൽ ബന്ധമുണ്ട് എന്ന് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. തെളിവുകൾ ഇപ്പോൾ നൽകാൻ കഴിയാത്തതുകൊണ്ടാണ്, നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് തെളിവുകൾ നൽകാത്തത്. ഈ തെളിവുകൾ തന്നെ പിന്നെ മാധ്യമങ്ങൾക്ക് നൽകരുത് എന്ന ഞാൻ തുറന്നു പറയാം. മാധ്യമങ്ങൾക്ക് നിങ്ങൾ പിന്നെ കാണിച്ചോ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് നൽകിയത്. പക്ഷെ ഞാനിത് നിങ്ങൾക്ക് നൽകാനുള്ള കാരണം ഇത് വേറെ ഒന്നും പോലെയല്ല. ഇത് മയക്കുമരുന്നാണ് ഇടപാട്. അതിനകത്ത് ഇത് നൽകിയ ആളുകളെ കുറിച്ചോ ഒന്നും ഞങ്ങൾ എവിടെയും അവരുടെ ഒരു പിന്നെ പ്രൈവസി കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങൾ പുറത്ത് പറയുന്നത്. പക്ഷെ ഇത് ലോകം അറിയട്ടെ, നമ്മൾ എന്തിനാണ് ഒളിച്ചു വെക്കുന്നത്. മയക്കുമരുന്നാണ്, വേറെ സംഗതി പോലെയല്ല. ജൂലൈ 10 വിളിച്ചെന്ന് പറഞ്ഞു തമിഴിന്റെ പ്രമുഖ സിനിമക്കാരായിരുന്നു. ജൂലൈ 10 പക്ഷേ ജൂലൈ 1-നും 30-നും ഇടയിലുണ്ട് നിരവധി സിനിമാ താരങ്ങൾ ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഈ നമ്പറിൽ ഒരു കാര്യം, അതായത് ഈ നാർക്കോട്ടിക് ബ്യൂറോയുടെ കേസാണോ ഈ പറയുന്നത്, അതോ ബാംഗ്ലൂരു ക്രൈംബ്രാഞ്ച് എടുത്തിട്ടുള്ള കേസാണോ? നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, NCB, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ആണ്. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയില് പിന്നെ ഈ റിമാൻഡ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് വിവേഷ് കുമാർ പാണ്ഡെ, ഇന്റലിജൻസ് ഓഫീസർ, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, ബാംഗ്ലൂർ സോണൽ യൂണിറ്റ്. ഇക്കഴിഞ്ഞ 24-ാം തീയതി ഓഗസ്റ്റ് 24-നാണ് ഇത് പിന്നെ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചത് ബാംഗ്ലൂർ കോടതിയിൽ. 22-ാം തീയതിയാണ് അറസ്റ്റ് നടന്നത്. 21-ാം തീയതിയാണ് റെയ്ഡ് നടന്നത്. 21-ാം തീയതി നടന്ന റെയ്ഡിലാണ് ഈ പിൽസൊക്കെ പിടിക്കപ്പെട്ടത്. ജൂൺ 10-ന്റെ കാര്യം ഒന്നുകൂടെ വിശദമാക്കാം. ജൂൺ 10-ന്റെ ജൂലൈ 10-ാം തീയതി സ്വപ്ന സുരേഷ് ബാംഗ്ലൂരിൽ അറസ്റ്റിലായ ദിവസം ഈ മുഹമ്മദ് അനൂപിന്റെ ഫോണിലേക്ക് ബിനീഷ് കൊടിയേരി ഉൾപ്പെടെയുള്ള കേരളത്തിലെ പലരും, അതിൽ ഏറ്റവും കൂടുതൽ വിളിച്ചത് ബിനീഷ് കൊടിയേരിയാണ്. ബിനീഷ് കൊടിയേരി വിളിച്ച് പിന്നെ ഏതാണ്ട് 26 തവണ വിളിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. കൃത്യമായ തെളിവുകൾ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അനുമാനിക്കുന്നത്. 26 തവണ ബിനീഷ് കൊടിയേരി അനൂപുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. പിന്നെ ജൂലൈ 10-നാണ് അറസ്റ്റ് ചെയ്തത്. ജൂലൈ 11-നാണ് അറസ്റ്റ് സ്ഥിരീകരിച്ചത് NIA. ജൂലൈ 7-ാം തീയതിയാണ് പിന്നെ ബാംഗ്ലൂരിലേക്ക് സ്വപ്ന സുരേഷും സന്ദീപ് നായരും കടന്നത് കൊച്ചിയിൽ. അപ്പൊ ഈ ബാംഗ്ലൂരിലേക്ക് പോയത് ഇവരുടെ സഹായത്തിനാണെന്ന് സംശയമുണ്ട്. ഇതെല്ലാം കൂടി ഒരു നെക്സസ് ആണെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ നിഷേധിക്കട്ടെ, ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കട്ടെ. ഇപ്പോൾ ഞങ്ങൾക്ക് ലഭ്യമായ വിവരങ്ങൾ ഇത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് ആ മാഫിയയുമായി കൃത്യമായി ഇദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്ന് സാമ്പത്തികം നമ്മളൊരാളുമായിട്ട് ഒരു ബിസിനസ് ഇടപാട് നടത്തുമ്പോൾ വേറെ ഒന്നും പോലെയല്ല. ഒരു ബിസിനസ് ഇടപാട് നടത്തുമ്പോൾ നമ്മൾ കൃത്യമായി ഒരു പണം നടത്തും, പണം മുടക്കാനുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കും. അപ്പൊ പിന്നെ എന്ത് ബന്ധമാണെന്നുള്ളത് അദ്ദേഹം വ്യക്തമാകട്ടെ. അദ്ദേഹമായിട്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് വ്യക്തമാകട്ടെ. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇപ്പോ അല്ല, ഇപ്പൊ അദ്ദേഹത്തിന് രാത്രി അദ്ദേഹം നേരം പുലർന്നിട്ടുണ്ടാവില്ല. നൈറ്റ് പാർട്ടികളാണല്ലോ പ്രധാനം. ഈ സിനിമാ മേഖലയിലുള്ളവരുമായിട്ട് മയക്കുമരുന്ന് സംശയമുണ്ട്. കാരണം അദ്ദേഹം സിനിമാ ഫീൽഡിലുണ്ട്. അതുപോലെ തന്നെ ഇതിനിടയിലൊക്കെ ഒരു ലിങ്കായി പ്രവർത്തിക്കുന്നുള്ള സംശയമുണ്ട്. ആ സംശയം മാത്രം പങ്കുവെക്കാണ്. നമുക്ക് തെളിവുകളില്ലാത്ത കാര്യം ഞാനിപ്പോ പറയുന്നില്ല. സംശയങ്ങളും അനുമാനങ്ങളും മാത്രമാണ് ഞാൻ പങ്കുവെച്ചത്. തെളിവായിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് മൊഴി, അത് കൃത്യമാണ്, അത് ആധികാരികമാണ്. ഞാനത് പിന്നെ ഞാൻ ഓതറൈസ് ചെയ്യുന്നു, എൻഡോസ് ചെയ്യുന്നു. അത് പണം മുടക്കിയിട്ടുണ്ട് ഇദ്ദേഹം ഈ പിന്നെ മയക്കുമരുന്ന് മാഫിയക്ക് വേണ്ടി ഹോട്ടൽ വ്യവസായം തുടങ്ങാൻ പണം മുടക്കിയിട്ടുണ്ട്. ആ ഹോട്ടൽ വെച്ചിട്ടാണ് ഈ ഇടപാടുകൾ മുഴുവൻ ഉറപ്പിക്കുന്നത്.
അപ്പൊ നമ്മുടെ ഹോട്ടലിൽ ഇങ്ങനെ ഈ കച്ചവടമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പണം മുടക്കിയാൽ അറിയണമല്ലോ. അദ്ദേഹം ചതിക്കപ്പെട്ടതാണെങ്കിൽ അത് പറയട്ടെ, ഞാൻ വഞ്ചിക്കപ്പെട്ടതാണ്, എനിക്കിതിനകത്ത് പങ്കില്ല എന്ന് അദ്ദേഹം പറയട്ടെ. പോലീസ് അന്വേഷണം നടത്തട്ടെ, കേരളത്തിൽ അന്വേഷണം നടത്തണം. കേരളത്തിലെ സിനിമാ താരങ്ങൾക്ക് ഇതിനകത്ത് പങ്കുണ്ടോ? കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വവുമായി ബന്ധമുള്ളവർക്ക് ഇതിനകത്ത് പങ്കുണ്ടോ? അന്വേഷണം നടക്കട്ടെ. ഈ ഇദ്ദേഹം പണം മുടക്കിയത്, ബിനീഷ് കൊടിയേരി പണം മുടക്കിയെന്ന് പറയുന്നത് 2015 ആരംഭിച്ച ഹോട്ടലാണ്. പിന്നെ 2019 അദ്ദേഹം ഈ അനൂപ് മുഹമ്മദിന്റെ ഒരു ഹോട്ടലിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് അനൂപ് മുഹമ്മദിന്റെ ഫേസ്ബുക്കിൽ സംസാരിക്കുകയാണ്. അതിനകത്ത് ഇദ്ദേഹം പണം മുടക്കിയിട്ടുണ്ടോ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതും ബാംഗ്ലൂരിൽ തന്നെ, കമ്മനഹാളിലാണ് 2015 ഹോട്ടൽ തുടങ്ങിയത്. ബാംഗ്ലൂർ സിറ്റി തന്നെ, സിറ്റിയിലാണ്. ബാംഗ്ലൂർ സിറ്റി അറിയാലോ. രണ്ടാമത്തെ ഹോട്ടലിന്റെ സ്ഥലം ഞാൻ ഈ പ്രൊഫസറുടെ കയ്യിൽ പറഞ്ഞതാണ്, എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ നോട്ട് ചെയ്തിട്ടില്ല, പറഞ്ഞതാണ്. അത് ബാംഗ്ലൂർ തന്നെയാണ്. ഈ സിനിമാക്കാരുടെ ആശംസ നേർന്നു പറഞ്ഞില്ലേ, അത് എന്നാണ്, ഏതൊക്കെ സിനിമാക്കാരാണ് ആശംസ നേർന്ന പരസ്യമായിട്ടായിരിക്കും? ആ, 2-3 സിനിമാ താരങ്ങളുണ്ട്. അതിനകത്ത് എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആസിഫ് അലിയാണ്. അപ്പൊ ആശംസ നേർന്നവർ മാത്രമല്ല, ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ പ്രാഥമികമായ വിവരം സിനിമാ താരങ്ങൾ പലരും ഇവരായിട്ട് ബന്ധമുണ്ടെന്നാണ്. ആ ബന്ധം അനൂപ് മുഹമ്മദുമായിട്ടുള്ള ബന്ധം സ്വാഭാവികമായ ബന്ധമല്ല. അനൂപ് മുഹമ്മദിന്റെ പ്രൊഫൈലിൽ തന്നെ പല സിനിമകളും നമ്മൾ സംശയിക്കപ്പെടുന്ന പല വ്യക്തികളുടെയും മാത്രം സിനിമകൾ നിരന്തരമായി ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത് ആശംസ നേർന്നതുകൊണ്ട് മാത്രമല്ല, ഞാൻ ഈ ആശംസ നേർന്നവർക്ക് ഇതിനകത്ത് ബന്ധമുണ്ടെന്ന് ഈ ഘട്ടത്തിൽ പറയുന്നില്ല, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. അപ്പൊ ആശംസ നേർന്ന ആസിഫ് അലിയോ 1-2 മറ്റ് സിനിമാ താരങ്ങളോ ഇതിനകത്ത് ബന്ധമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, അങ്ങനെ തിരുത്തരുത്. അതേസമയത്ത് കേരളത്തിലെ സിനിമാ താരങ്ങൾക്ക് അനൂപ് മുഹമ്മദുമായി മയക്കുമരുന്ന് ഇടപാടുണ്ട് എന്ന സൂചനകൾ ഞങ്ങൾക്ക് കൃത്യമായ സോഴ്സിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് അന്വേഷണം കേരളത്തിലേക്ക് വ്യാപിപ്പിക്കാതിരിക്കാനുള്ള നീക്കങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അത് അവർ സ്വതന്ത്രമായി അന്വേഷിക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയമായി ഇത് ഏതെങ്കിലും തരത്തിൽ CPM-നെ പ്രതികൂട്ടിൽ നിർത്താനോ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെ പ്രതികൂട്ടിൽ നിർത്താനോ ശ്രമിക്കുന്നേയില്ല. അങ്ങനെ ഒരു പിതാവ് വിചാരിക്കും എന്ന് ഞാൻ സത്യസന്ധമായി വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇത് മയക്കുമരുന്നാണ്, നമ്മുടെ കുട്ടികളെയും അതുപോലെ തന്നെ നടന്മാരെ ആരായാലും മനുഷ്യരൊക്കെ നശിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അതിനകത്ത് ആരെ ഇടപെടലുണ്ടെങ്കിൽ രാഷ്ട്രീയ ഭേദമന്യേ ഇതിനെ ചെറുക്കണം. അതുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത്. ലഹരിക്കടത്ത് കേസുമായി അറസ്റ്റിലായ പ്രതികളിൽ പലർക്കും സ്വർണ്ണക്കടത്ത് പ്രതികളുമായി ബന്ധമുണ്ട്. ഫോൺ രേഖകൾ പിന്നീട് പുറത്തുവിടുമെന്നും ഈ കേസിൽ അന്വേഷണം കേരളത്തിലേക്ക് എത്തിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും ഫിറോസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.